ഹലോ മക്കളെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഓൺലൈൻ എക്സാമിന് നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എക്സാമിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയെന്നും അതിന് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതെന്നുമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്കൊരു പ്രാക്ടീസ് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്താ ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം കാണാം പ്രൊഫൈൽ, ദെൻ അഡ്മിറ്റ് കാർഡ്, പ്രാക്ടീസ് ടെസ്റ്റ് എന്നീ 3 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ അതിൽ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷനായ പ്രാക്ടീസ് ടെസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് പ്രാക്ടീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് നേരെ പോകുന്നു. അത് പ്രൊസീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ എക്സാം എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിയൽ കീം എക്സാമിനും ഇതേപോലെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ പ്രൊസീഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, സേവ് ഓപ്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ലാസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിന് റിയൽ എക്സാമിനും ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, സ്റ്റാർട്ട് എക്സാം എന്ന് നേരെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എക്സാം വിൻഡോയിലേക്കാണ് പോകുന്നത്. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മുടെ എക്സാമിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമർ പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ വന്നിട്ടുണ്ട്, അത് ഫിസിക്സിനകത്തെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നു, നിങ്ങളത് വായിച്ച് നോക്കുന്നു, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഓപ്ഷൻ എ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷൻ എ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ നോക്കുക, സേവ് ആൻഡ് പ്രീവിയസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതേപോലെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ അല്ല, ഓപ്ഷൻ ഡി ആണെങ്കിൽ ഓപ്ഷൻ ഡി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അത് സേവ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലറ്റിൽ എന്ത് വന്നിരിക്കുന്നത്, ഗ്രീൻ കളർ വന്നിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു കുറച്ച് ഡൗട്ട് ഉണ്ട്, എന്നാലും നിങ്ങളിത് ചെയ്ത് നിങ്ങൾക്കൊരു ആൻസർ കിട്ടി. ഇപ്പം ഓപ്ഷൻ ഡി ആയ ആക്സലറേഷനാണ് നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കുറച്ചൊരു ഡൗട്ട് ഉണ്ട്, ഇത് തന്നെയാണ്, ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, മാർക്ക് ഓർ അൺമാർക്ക് ഫോർ റിവ്യൂ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങളുടെ ഈ പാലറ്റ് നോക്കിയാൽ ഇപ്പോൾ ഒരു വയലറ്റ് കളറിലേക്കാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആൻസർ സേവ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം നിങ്ങൾക്ക് ഒന്നും കൂടെ റീചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്, മാർക്ക് ഫോർ റിവ്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ഈ നമ്മുടെ എക്സാമിൻ്റെ ടൈം കഴിയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ആൻസർ തന്നെയായിരിക്കും സേവ് ചെയ്യുന്നത്. നിങ്ങളുടെ കറക്റ്റ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ഉറപ്പായിട്ടും കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 3 പോയി. അപ്പം ഈ ചോദ്യം നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം എന്നൊരു ഓപ്ഷനിലാണ് നിങ്ങൾ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാർക്ക് ചെയ്യാതെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം, മാർക്ക് ഓർ അൺമാർക്ക് ഫോർ റിവ്യൂ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കുക, ഈ പാലറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് യെല്ലോ കളർ ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 3 കാണുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും, ബട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ആൻസർ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് മാർക്ക് ഫോർ റിവ്യൂ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇൻ കേസ് നിങ്ങളുടെ എക്സാം ടൈം ഔട്ട് ആയി അതെല്ലാം സേവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അത് അൺഅറ്റംപ്റ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, നമ്മുടെ ഫൈനൽ റിസൾട്ടിൽ വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 വന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളിത് മാർക്ക് ചെയ്തു. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ഫോർ റെസ്പോൺസ് കൊടുക്കാം, അടുത്ത ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫർദർ പ്രൊസീഡ് ചെയ്ത് പോകുന്നത്. അത് നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ പാലറ്റ് എന്തായി, 4 എന്ന് പറയുന്നത് ഗ്രീൻ കളറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ പാലറ്റ് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ടൈം നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ കുറച്ച് ടൈം മാത്രമേ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ല, നമ്മുടെ റിയൽ എക്സാമിന് നമുക്ക് എത്രയാണ്, 3 മണിക്കൂർ എക്സാം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് 180 മിനിറ്റ്സിലായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ടോട്ടൽ ടൈം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ താഴേക്ക് വന്നാൽ നമുക്കറിയാം ഇവിടെ കെമിസ്ട്രിയും കാണിക്കുന്നുണ്ട്, മാത്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫിസിക്സിലെ ഇത്രയും ചോദ്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മാത്സിലേക്കാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സിലെ 10th ക്വസ്റ്റ്യൻ, മാത്സിൻ്റെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്
ക്വസ്റ്റ്യൻ നമ്പർ 10 മുതലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നു, 10ാമത്തെ ചോദ്യം മാത്സിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് ഓപ്ഷൻ 4 കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ നമുക്ക് എന്താണ് 11th ക്വസ്റ്റ്യനിലേക്ക് നെക്സ്റ്റ് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഇപ്പോൾ റാൻഡമായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 15th ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, 15th ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. ദെൻ സേവ് ആൻഡ് പ്രീവിയസ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താ, ഈ 15th ക്വസ്റ്റ്യൻ കഴിഞ്ഞ് 14th ക്വസ്റ്റിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സേവ് ആൻഡ് പ്രീവിയസ് കൊടുത്താൽ ഈ ക്വസ്റ്റ്യൻ സേവ് ആകുകയും ചെയ്യും. 14th ക്വസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുറകോട്ട് പോവുകയും ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ദെൻ കെമിസ്ട്രിയുടെ ഓപ്ഷൻ ഉണ്ട്. കെമിസ്ട്രിയിലെ 8ാമത്തെ ചോദ്യം എനിക്ക് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ സെലക്ട് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇനി എല്ലാ ചോദ്യം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം കഴിഞ്ഞ് എന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ടൈം ഔട്ട് ആയി പോവുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ അതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും എന്തായിരിക്കും, സേവ് ചെയ്തിട്ടുണ്ടാകുകയും ചെയ്യും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം നമ്മൾ ടോട്ടൽ എത്ര എണ്ണം ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് നോട്ട് ആൻസർ കാണിച്ചിട്ടുണ്ട്, അത് വൈറ്റ് കളറിലാണ്. ദെൻ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് എത്ര എണ്ണം നമ്മൾ മാർക്ക് ഫോർ റിവ്യൂവിന്, അതായത് ആൻസർ സേവ് ചെയ്യാതെ മാർക്ക് ഫോർ റിവ്യൂവിന് നമ്മൾ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ദെൻ വയലറ്റ് കളറിലുള്ളത് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്, ബട്ട് നമുക്കൊന്നും കൂടി അത് റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ടോട്ടൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു അനാലിസിസ് നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സാമിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയായിരിക്കും നമ്മുടെ റിയൽ കീം എക്സാമിനും ഇൻ്റർഫേസ് വരുന്നത്. ഏകദേശം നമ്മുടെ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം ലാസ്റ്റ് നമ്മൾ ടൈമർ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൗണ്ട് ഡൗൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ഇനി ചെയ്യാനൊന്നും നിൽക്കണ്ട, ഇതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇപ്പോൾ എക്സാം എൻഡ് ആകുന്നതാണ്. എൻഡ് ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇത് എൻഡായി കഴിയുമ്പോഴത്തേക്കിന് ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എത്ര എണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ട്, ടോട്ടൽ ക്വസ്റ്റ്യൻ എത്ര എണ്ണം നിങ്ങൾ ഉണ്ടായിരുന്നു, ടോട്ടൽ അതിൽ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം അൺഅറ്റൻഡ് ആണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിയൽ എക്സാമിൽ ഇതിന് ശേഷം നമുക്കൊരു എക്സിറ്റ് ബട്ടൺ ആയിരിക്കും വരുന്നത്. ആ എക്സിറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിൽ നിന്ന് ഔട്ട് ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ എക്സാമിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും നമ്മുടെ കീം എക്സാമിൻ്റെ റിയൽ ഇൻ്റർഫേസ് ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓൾ ദി ബെസ്റ്റ്.